ഈ സാഹചര്യത്തിൽ ഇത് വന്നപ്പോഴത്തേക്ക് ശരിക്കും ഈ ഗവർണറുടെ പദവി എന്താണെന്നുള്ള ഒരു ചോദ്യം വീണ്ടും ചോദിക്കേണ്ട ഒരു സാഹചര്യം കൂടി വന്നിരിക്കുക. ഒരു നാമമാത്രമായ അധികാരമുള്ള ഒരു ഗവർണർ ഇരുന്നുകൊണ്ട് ഒരു സംസ്ഥാനത്തിനുകൊണ്ട് കാണിക്കുന്ന എന്തൊക്കെ മലയാള ഭാഷയെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാണിച്ചു വെക്കുന്നത്? എത്ര വ്യക്തിപരമായാണ് ഈ സംസ്ഥാന സർക്കാരുമായുള്ള ഇഷ്യൂസിനെ എത്ര വ്യക്തിപരമായാണ് ഗവർണർ എടുക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് അല്പസമയം മുമ്പ് രാജ്ഭവൻ പുറത്തുവിട്ട ആ പ്രസ്താവന എന്ന് പറയുന്നത്. അതിൽ നോക്കൂ, 7 ബില്ലുകളാണല്ലോ അയച്ചത്, ഒന്നിൽ മാത്രമേ തീരുമാനമായിട്ടുള്ളൂ. 6 ബില്ലുകൾ അവിടെ ബാക്കി കിടപ്പുണ്ട്. 3 ബില്ലിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അതായത് അദ്ദേഹത്തെ വളരെ വ്യക്തിപരമായി ബാധിക്കുന്ന ചാൻസലർ നിയമനം ഉൾപ്പെടെയുള്ള ആ ഭേദഗതി ഉൾപ്പെടെയുള്ള സർവകലാശാല നിയമ ഭേദഗതിയെക്കുറിച്ച് മാത്രമാണ് ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അവിടെ സഹകരണ ഭേദഗതി ബില്ല് കിടപ്പുണ്ട്, അതിനെക്കുറിച്ച് ഒരു പരാമർശവുമില്ല. കാരണം ഇടുക്കിയിലെ ഭൂപ്രശ്നം ഇതിൽ ഒന്നും പെടുന്നതല്ല. പതിറ്റാണ്ടുകളായി തലമുറകളായി ഇടുക്കിയുടെ കുടിയേറ്റ കർഷക ജനതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയമസഭ പാസാക്കിയ ഒരു ഭേദഗതി കൊണ്ടുവരുമ്പോൾ അത് തനിക്ക് ചില പരാതി ലഭിച്ചു. ഗവർണർ കോടതിയല്ല. പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനോ പരിശോധിക്കാനോ ഉള്ള അവകാശം രാജ്യത്തെ ഭരണഘടനാപരമായിട്ടുള്ളത് കോടതികൾക്കാണ്. ഗവർണർക്ക് ആ നിലയിലുള്ള യാതൊരു അധികാരവും ഭരണഘടനാപരമായി നൽകുന്നില്ല. ലഭിച്ച ഏതോ പരാതികളുടേതെന്ന പേരിൽ കർഷകന്റെ പ്രശ്നം പരിഹരിക്കാൻ ഒരു സംസ്ഥാന നിയമസഭ കൊണ്ടുവന്ന നിയമ ഭേദഗതി പോലും ഒന്നും ചെയ്യാതെ വെച്ചിരിക്കുന്നു. എന്നിട്ട് എന്താണ് ആവശ്യപ്പെടുന്നത്? ഗവർണർ ആവശ്യപ്പെടുന്നത് മന്ത്രിമാർ അദ്ദേഹത്തിന്റെ മുമ്പിൽ പരേഡ് നടത്തണം, മുഖ്യമന്ത്രി ഇത് ചെന്ന് അദ്ദേഹത്തോട് ബ്രീഫ് ചെയ്യണം, അതിനുള്ള ഭരണഘടനാപരമായ ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി പോയിട്ടില്ല. ഇത് ഒപ്പിട്ടു. എന്താണ് ഇവർ തിരിച്ചറിയുന്നില്ല. ഗവർണർ പദവി എന്ന് പറഞ്ഞാൽ വെറുതെ ഈ ശരിക്കും ഗവർണർ എന്താണ് ഒരു മന്ത്രിസഭ രൂപീകരണം തെലങ്കാനയുടെയും തമിഴ്നാടിന്റെയും ഒക്കെ കാര്യത്തിൽ വളരെ കൃത്യമായി സുപ്രീം കോടതി പറഞ്ഞല്ലോ, നിയമസഭയെ ഗവർണർക്ക് മറികടക്കാൻ കഴിയില്ല. തീക്കളി അങ്ങനെ പറഞ്ഞു, തീക്കളിയാണ് നടത്തുന്നത്. ഇന്ത്യയിലെ ഗവർണർമാർ ഗവർണർ പദവിയിൽ ഇരിക്കാൻ യോഗ്യരല്ല എന്ന് തെളിയിക്കുന്നതിനോടൊപ്പം ആ ഗവർണർ പദവി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന പഴയ ചോദ്യം വീണ്ടും ഉന്നയിക്കപ്പെടേണ്ട സമയമായി. ഈ ഗവർണർമാർ സംസ്ഥാനത്തും ഗവർണർ ജനറൽ അവിടെ ദില്ലിയിലും അധികാരത്തിലിരുന്നത് അല്ല, ഗവർണർ ജനറൽ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഗവർണർ ജനറൽ ദില്ലിയിൽ അധികാരത്തിലിരിക്കുന്നു, മറ്റുള്ളിടത്ത് ഗവർണർമാർ ഇരിക്കുന്നു. അതിൻ്റെ ഒരു ബാക്കിയാണിത്. ഇത് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ തന്നെ വലിയ ചർച്ച നടക്കുന്നുണ്ട്, ഗവർണർ പദവി വേണമെന്ന്. എങ്കിലും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി ഗവർണർ പദവിയെ കൊണ്ടുവന്നപ്പോൾ ഫെഡറലിസത്തിൻ്റെ കാവൽക്കാരായിട്ടാണ് അവർ പ്രവർത്തിക്കേണ്ടത് എന്നായിരുന്നു അന്നത്തെ കാഴ്ചപ്പാട്. അത് മുഴുവൻ തെറ്റിച്ച് ഇപ്പം എന്താണ് സർക്കാരിയ കമ്മീഷൻ 1983 വന്നിട്ട് പറയുന്നുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകർ തെല്ല് കാലമെങ്കിലും രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നതിന് ശേഷമേ ഗവർണറാക്കാവൂ എന്ന് പറയുന്നു. അങ്ങനെയൊന്നും രാഷ്ട്രീയ പ്രവർത്തകനെ ഒഴിവാക്കാനായിരിക്കും. അതായത് കൊളോണിയൽ കാലത്തിന്റെ അവശേഷിപ്പുകൾ എല്ലാം തുടച്ചു നീക്കണം എന്നുള്ളതാണല്ലോ ഇവരുടെ ഒരു പ്രതിജ്ഞാബദ്ധമായ കാര്യം എന്നൊക്കെ പറയുന്നത്. IPC, CRPC, എവിഡൻസ് ആക്ട്, ഇതിലെല്ലാം മാറ്റം വരുത്തിക്കൊണ്ടുള്ള പുതിയ നിയമ സംഹിത രൂപപ്പെട്ടു കഴിഞ്ഞു. ആ കൊളോണിയൽ കാലത്തിന്റെ അവശേഷിപ്പ് തന്നെയാണ് ഈ ഗവർണർ. ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ്. പക്ഷെ ഗവർണറെ ഇവർക്ക് തൊടാൻ കഴിയില്ല. കാരണം ആ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് വേണം BJP ഇതര സംസ്ഥാനങ്ങളിൽ അവരുടെ അജണ്ട നടപ്പാക്കാനും അവിടുത്തെ ജനകീയ നേതാക്കളെ അവർക്കെതിരെ ഇതുപോലെയുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാണിക്കുന്നത് പോലെയുള്ള നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ അങ്ങനെ ഒരു ഗവർണർ തസ്തിക അവിടെ നിലനിർത്തിയേ തീരൂ. ഈ ഘട്ടത്തിലെ സർക്കാരിയ കമ്മീഷൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ അത് ഇന്ത്യ വീണ്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സംസ്ഥാനത്ത് ഗവർണറെ നിയമിക്കണമെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ അനുമതിയോടുകൂടി വേണം എന്ന് പറഞ്ഞൊരു കമ്മീഷനായിരുന്നു സർക്കാരിയ കമ്മീഷൻ. മുഖ്യമന്ത്രിയോട് ഒക്കെ ആലോചിച്ചിട്ട്, ലോക്സഭാ സ്പീക്കറിനോട് ആലോചിച്ചിട്ട്, ഉപരാഷ്ട്രപതിയോട് ആലോചിച്ചിട്ട് വേണം ഒരു ഗവർണറെ നിയോഗിക്കാൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ ഇവിടെ ഉണ്ടായിരുന്നു. ആ കമ്മീഷന് അത് എഴുതിയ കടലാസിൻ്റെ വില പോലും ഇന്ത്യൻ ഭരണാധികാരികൾ കൽപ്പിച്ചില്ല എന്നതെടുത്താണ് ഈ ദുരന്തം വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, ഒരു ഗവർണർ അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ അദ്ദേഹത്തിന് ഉപരാഷ്ട്രപതി ആവാം, രാഷ്ട്രപതി ആവാം, വീണ്ടും ഒരിക്കൽ കൂടി ഗവർണർ ആവാം. അതല്ലാതെ മറ്റൊരു പദവിയിലേക്കും അദ്ദേഹം പോകരുത് എന്നാണ് സർക്കാരിയ കമ്മീഷൻ പറഞ്ഞത്. എന്താണ് അതിൻ്റെ സ്പിരിറ്റ്? എക്സിക്യൂട്ടീവ് അധികാരം സർക്കാരിന് തന്നെയാണ്, സംസ്ഥാന സർക്കാരിന് തന്നെയാണ്. അതിൻ്റെ ഉപദേശപ്രകാരം മാത്രം പ്രവർത്തിക്കേണ്ട ഒരാളാണ് ഭരണഘടനാ തലവൻ എന്നത്. ആലങ്കാരിക പദവിയും ആചാര പദവിയുമാണ് എന്ന് ആ കമ്മീഷൻ അടിവരയിട്ട് പറഞ്ഞു. ഇവിടെ മന്ത്രിസഭ പാസാക്കിയ ഒരു പ്രമേയം വായിക്കാൻ പോലും
അദ്ദേഹം നന്ദിപ്രമേയം വായിക്കാൻ പോലും അദ്ദേഹം തയ്യാറാവുന്നില്ല. ഈ ഗവർണർ പദവി ഇത്രയും പരിഹാസ്യ ഒരു പദവിയായി മാറ്റുന്നതിൽ ഈ ആരിഫ് മുഹമ്മദ് ഖാനും വലിയ പങ്കുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ അന്ന് ഈ ഭരണഘടന ഈ ഗവർണർ പദവിയെക്കുറിച്ച് വിഭാവന ചെയ്തത് ബില്ല് ഒപ്പിടുന്നതിനും തിരിച്ചയക്കുന്നതിനും വെച്ച് വളരെ സമർത്ഥമായിട്ടാണ് ഭരണഘടനാ കർത്താക്കൾ അതിനകത്ത് വെച്ചത്. അതായത് നിങ്ങൾ ആദ്യം ഒരു ഗവർണർക്ക് ഒരു ബില്ല് അയക്കുന്നു, ബില്ല് വേണമെങ്കിൽ തിരിച്ചയക്കാം, രണ്ടാമത് അയക്കുമ്പോൾ ഒപ്പിട്ടേ പറ്റൂ. അതായത് അവിടെ പറഞ്ഞു വെക്കുകയാണ് ഗവർണർ അല്ല, സംസ്ഥാന നിയമസഭയാണ്, ജനങ്ങളാണ്, ജനാധിപത്യമാണ് വലുതെന്ന് പറഞ്ഞു വെക്കുക. അത് സമർത്ഥമായിട്ട് എഴുതി ചേർത്താൽ ഇവിടെ ഇദ്ദേഹം എന്താ ചെയ്തത്? എന്നാൽ ഒരു പടി കൂടി കിടന്ന് അതിലും വ്യവസ്ഥയുണ്ടല്ലോ, നേരെ രാഷ്ട്രപതിക്ക് അയക്കുകയാണ് ചെയ്തത്. പിന്നീട് ഇപ്പോഴും കടിച്ചു തൂങ്ങി കിടക്കുന്നതിലാണ് ഈ സമയം പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളതാണ്. സമയം പറയുന്നുണ്ട്, ആസ് ഏർലി ആസ് പോസിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, എത്രയും വേഗം വയ്ക്കാന്നുള്ളതാണ്. ഇത് ഒരു 50-100 വർഷം എടുക്കുന്ന പ്രവൃത്തിയല്ലല്ലോ നിയമനിർമ്മാണം എന്ന് പറഞ്ഞാൽ. ഇവിടെ ഗവർണറെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട്, അതായത് പറ്റിക്കുകയെന്നാണ്, കൃത്യമായി പറ്റിക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ എനിക്ക് കേരളം തുടക്കമിട്ടിരിക്കുന്ന ഒരു നിയമ പോരാട്ടം ഉണ്ടല്ലോ, അത് രാജ്യത്തിന് മാതൃകയാണ്. ഒരു പക്ഷേ ഭരണഘടനാ പദവികൾ എന്താണ്, ഗവർണർ പദവി എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു പുതിയ നിയമരൂപീകരണത്തിലേക്ക് കൂടി വരുന്നൊരു സാഹചര്യം രൂപപ്പെട്ട് വരുന്നുണ്ട്. പക്ഷേ കേരളം എല്ലാ കാര്യത്തിലും മാതൃക കാട്ടുന്നുണ്ട്. അത് ഈ കാര്യത്തിലായാൽ പോലും ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങൾ കൂടി ഈ ലോകായുക്ത ബില്ലുമായി ബന്ധപ്പെട്ട കേരളത്തിൻ്റെ പോരാട്ടം ഒരു മാതൃകയാക്കുകയും ചെയ്യുന്നു.